പ്രവേശനമാണ്. എന്നോട് എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അന്ന് മരിച്ചെന്ന് രാവിലെ മൺഡേ മോർണിംഗ് അദ്ദേഹം പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് പോവുക കേട്ടോ, ഒരാരോഗ്യക്കുറവില്ല. അപ്പച്ചൻ്റെ വീട് കണ്ടു പോവുക. പുള്ളി എന്നിട്ട് ഉച്ച കഴിഞ്ഞ് തുണിയെല്ലാം പുള്ളി തന്നെ അലക്കി എല്ലാം ക്ലീനാക്കി മടക്കി വെയിലത്തിട്ട് ഉണക്കി മടക്കി വെച്ചു. വൈകിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കാനിരുന്ന് വാഴ്ത്തിയിടുന്നു എന്നുള്ള പാട്ട് പാടി സ്തോത്രം ഹല്ലേലൂയാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മരിച്ചു. ധാരാളമായ പ്രവേശനം. വീട് കണ്ട് കയറി പോവുക. ഞാനിത് പലരോടും പറഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ ആ തലമുറ കഴിഞ്ഞുപോയി. അങ്ങനെ കുറെ അപ്പച്ചന്മാർ ഇതിനു മുമ്പുള്ള ജനറേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഉറപ്പുള്ള അപ്പച്ചന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ ധാരാളമായി പ്രവേശിക്കുന്ന ആൾക്കാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കാരണം ലോകം അത്ര ആഴമായിട്ട് അവരിൽ പിടിമുറുക്കിയിരിക്കുക. മോഹങ്ങളാലും ഉത്കണ്ഠകളാലും ആങ്സൈറ്റീസിനാലും ഈ പ്രാണന്മേലുള്ള ശുശ്രൂഷകൾ വഴിയും ആളുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിലുള്ള പ്രത്യാശയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പച്ചൻ എന്താ എന്നോട് പറയാനുള്ളതെന്ന് എൻ്റെ ഒരു